നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇത് സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി ഇന്ന് ജീവനത്തിൽ നിന്നും 23 ദിവസത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ സിന്ധു ചേച്ചീനെ ഇപ്പോൾ ഞാൻ, ഡോക്ടർ അഞ്ജന, ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഇവരെല്ലാവരും ഞങ്ങളൊരു ടീമായി നിന്നിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ചികിത്സയൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ സിന്ധു ചേച്ചിയുടെ ജീവനത്തിലെ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് അറിയണം എന്നുണ്ട്, എങ്ങനെയായിരുന്നു എന്നുള്ളത്. യോഗയിൽ നമ്മളോടൊപ്പം ഉണ്ട്, കുറച്ചധികം നാളായിട്ട് തന്നെ 6 മാസമായിട്ട് യോഗ ചെയ്യുന്നു. 6 മാസമായിട്ട് ഓൺലൈൻ യോഗ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനത്തെ കുറിച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ ഒക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ കുറേ പേര് ഇവിടെ ജീവനത്തിൽ ചികിത്സ കഴിഞ്ഞ് പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസുകളും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സിന്ധു ചേച്ചിക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നത്? ഇവിടെ വരുമ്പോൾ എനിക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു, പ്രഷറിൻ്റെ മരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ മൈഗ്രെയിൻ, അലർജി പ്രശ്നം, മുട്ടുവേദന, ഇങ്ങനത്തെ നടുവേദന, ഓക്കെ, ഇങ്ങനത്തെ പിന്നെ തടി കൂടുന്നു, പിന്നെ വെയിറ്റ്, പിന്നെ ഭയങ്കര സെൻസിറ്റീവാണ് ഇമോഷണലി. അതെ, അതിലോല ഹൃദയായിരുന്നു. വേറെ വലിയ ടെൻഷൻ, ഒരു ധൈര്യമില്ലായ്മ. അത് നടക്കുമെങ്കിലും നടക്കുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ BP-യുടെ മരുന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചു. BP ഇപ്പോൾ വളരെ നോർമലാണ്. BP-യുടെ മരുന്ന് കുടിക്കുന്നില്ല. BP നോർമലായി എന്ന് മാത്രമല്ല, ബിലോ നോർമലിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ മരുന്ന് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഉറക്കം നന്നായിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു. കാൽമുട്ട് വേദന ഇല്ല, നടുവേദന. വെയിറ്റ് എത്ര കുറഞ്ഞു? 7 കിലോ. വെയിറ്റ് 7 കിലോ കുറഞ്ഞു. മനസ്സിനിപ്പോൾ എത്രത്തോളം കരുത്തു? മനസ്സിനിപ്പം നല്ല കരുത്തുണ്ട്, വളരെ കാം ആൻഡ് കൂളാ. ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഉള്ള ഒരാളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് സിന്ധു ചേച്ചിയുടെ ഉള്ളിൽ നിന്നും ഈ ഭാരത്തെ ഇറക്കി മാറ്റിയതെന്ന് അഞ്ജന ഡോക്ടറുടെ ഒരു സഹായം ഒരുപാട് ഉണ്ടായിരുന്നു അതിൽ. സിന്ധു മാം വന്നപ്പോൾ ആദ്യം ഒന്നും വലിയ കാര്യമായിട്ട് തുറന്ന് സംസാരിക്കലുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ എന്തിനാണ് പറയണതെന്നുള്ള കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ട്രാക്കിലേക്ക് വന്നു. പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്വപ്നമാണ് ഏറ്റവും കൂടുതൽ മാമിനെ, സിന്ധു മാമിനെ സ്വപ്നത്തിലൂടെയാണ് കൂടുതലും ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. രാത്രി ഭയങ്കര കഷ്ടപ്പെട്ടു അല്ലേ? എന്തായാലും ഒരു രാത്രിയിലെ കഷ്ടപ്പാടുകൊണ്ട്, അത് ചിന്തയിലുള്ള കഷ്ടപ്പാടാണ്, ശരീരം കൊണ്ടുള്ള അധ്വാനമൊന്നുമല്ല. ആ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ വലിയൊരു ധൈര്യക്കുറവ് പോവുക, അതെന്തായാലും വലിയൊരു വീണ്ടെടുക്കലായിരുന്നു. അവനവനെ തന്നെയുള്ള ഒരു വീണ്ടെടുക്കലായിരുന്നു. അതോടുകൂടിയിട്ടാണ് ബേസിക്കലി BP ഒക്കെ വളരെ നോർമലായത്. അതെ, അന്ന് ഞാൻ ഇതോടെ നിർത്താന്ന് വിചാരിച്ചതാ മനസ്സിൽ. അതെ അതെ അതെ. പിന്നെ ഡോക്ടറുടെ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഫാസ്റ്റിംഗ് നിർത്തിക്കോട്ടെ, എൻ്റെ ഗ്രിപ്പ് പോയി തുടങ്ങി. പക്ഷെ ആ ഒരു ദിവസം പിടിച്ചു നിന്നോടുകൂടി, അത്രയേ ഉള്ളൂ ശരിക്കും, കുറച്ച് സമയമേ നമ്മളൊന്ന് മുറുക്കി പിടിച്ച് നിൽക്കണ്ടോ, അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. എന്തായാലും വളരെ ഹാപ്പി. എല്ലാവർക്കും നന്ദി. ഡോക്ടർക്കും 2 മണിക്കൂർ നേരം രാത്രി എൻ്റെ അടുത്ത് വന്നിരുന്ന് എനിക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു. സിന്ധു ചേച്ചിക്ക് എങ്ങനെയാണ് ഒരു മാനസികമായിട്ടുള്ള പോഷണം ഡോക്ടർ കുറെ കൊടുത്തിരുന്നു തോന്നുന്നുണ്ട്? അങ്ങനെയല്ല, സിന്ധു മാം ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇപ്പം ഗെയിമിനൊക്കെ വന്നിരുന്നാലും ആളൊരു മൂലയ്ക്ക് മാറിയിരിക്കും, എല്ലാത്തിനും കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒട്ടും വയ്യാണ്ട് വിളിച്ചു രാത്രിയിൽ. ആദ്യം വിളിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ വിളിച്ചു. അപ്പോൾ കൂടെ ചെന്നിരുന്നപ്പോൾ കാലക്കൊന്ന് തിരുമ്മിയൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുടെ വിഷമമൊക്കെ പറഞ്ഞ്, വേദനയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഇനി പൊയ്ക്കോ, 12 മണിയായി, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് അന്ന് നന്നായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം തൊട്ടിട്ട് ആള് ഭയങ്കര ഓക്കെ ആയി. രാവിലെ കളിക്കാൻ വരുന്നു, ഗെയിം കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, എല്ലാത്തിലും. ഇപ്പോൾ ഗെയിമൊക്കെ നമ്മൾ കളിക്കുമ്പോഴും ഭയങ്കര രസമായിട്ട് ഒരു ചെറിയ കുട്ടി കളിക്കുന്ന കണക്ക് എൻജോയ് ചെയ്ത് കളിക്കുന്നത് പിന്നെ കാണാൻ പറ്റി. അപ്പോൾ ആള് ഭയങ്കര സ്മാർട്ടാണ്, വന്ന പോലെയല്ല. എന്തായാലും ഫിസിക്കലി ഉണ്ടായിരുന്ന വേദനകളും പിരിമുറുക്കങ്ങളും എല്ലാം അവസാനിച്ചു. പിന്നെ മാനസികമായിട്ട് ഉണ്ടായിരുന്ന ഭാരങ്ങളും അവസാനിച്ചു. ഇത്രയല്ലേ വേണ്ടു. ഇനി എങ്ങനെയാ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഇനി വന്നിട്ട് എന്താ പറയുക, ഫുഡ് ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞു തന്ന അത് ഫുഡ് ഒരുവിധം കുറേ ബലപ്പെടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചോറ് വേണം, അത് വേണം. പക്ഷെ ഇപ്പോഴും ചോറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റൈലിൽ കഴിക്കാനായിട്ട് റെഡിയായി. ഇപ്പോൾ കോമ്പിനേഷൻ മനസ്സിലായി. പിന്നെ എന്തൊക്കെ ഇനി ചെയ്യാൻ പോകുന്നു? പിന്നെ വന്നിട്ട് വെരി ഗുഡ്. അതായത് ആരോഗ്യമായി ഇനി നമുക്ക് ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അടുത്തൊരു ഫ്രണ്ട് ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്, അവിടെ പോയി ചേരണമെന്ന്. വെരി ഗുഡ്. സിന്ധു ചേച്ചിക്ക് ഇപ്പോൾ 50 വയസ്സാണുള്ളത്. പക്ഷെ
50 വയസ്സാണെങ്കിലും ഒരു 15-കാരിയുടെ നിഷ്കളങ്ക അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. സാധാരണ 50 ആകുമ്പോഴേക്കും ഒരു മുതിർന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡൊക്കെ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നും കൂടി പറയാം. അത്രയും സപ്പോർട്ടോടു കൂടിയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുട്ടിത്തം, ആ ഇന്നസെൻസ് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും ആ കുട്ടിക്ക് ഇനി വളരണം, തീർച്ചയായിട്ടും വളരണം, കുട്ടിക്ക് വളരണം. അപ്പോൾ എന്തായാലും ആരോഗ്യവും വളർച്ചയും എല്ലാം ഉണ്ടാവാനായിട്ട് എന്തായാലും ആ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇനി മാനസികമായിട്ടുള്ളൊരു വളർച്ചയ്ക്കും ഉല്ലാസത്തിനുമായിട്ട് നൃത്തം പഠിക്കാനായിട്ട് ചേരണം എന്നും വിചാരിച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ എല്ലായിടത്തും ഞാൻ സ്വയം ഒറ്റക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് വളരെ നന്ദി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് മാം സ്വന്തം പൊട്ടൻഷ്യൽ ഇനി കണ്ടെത്താൻ പോകുക. ഇത്ര നാള് അതെ, ഇത്രയും നാളായിട്ടേ ഞാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നുള്ളത് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ഉള്ള ഒരാൾ എന്ന തരത്തിലായിരുന്നു. അതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറയുന്ന ഒന്നുകൂടി ഇപ്പൊ എനിക്ക് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എന്തായാലും എല്ലാവരും ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്തായാലും 50 വയസ്സ് വരെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടല്ലോ. എന്തായാലും എല്ലാ ആശംസകളും. മിടുക്കിയായിട്ടിരിക്കുക, ഇതുപോലെ തന്നെ ഇരിക്കുക. താങ്ക് യു, ഒരുപാട് നന്ദി.